Welcome 7th standard children. I am going to take a new lesson. The last lesson was human environment, that is settlement, transport and communication was your last lesson. Now I am going to take a new chapter, that is chapter 8, human environment interaction, the tropical and subtropical region that we are going to learn. Now today we learn about the tropical region, that is South America. That is North America, no, this is South America, this is the tropical region. Now here, as soon as you open the textbook, you can see a note here, that is Renuka. Renuka was excited. So her uncle Shrikant was a wildlife photographer. So after 4 months, uncle is visiting her and he is having a book on wildlife, book on nature. So Renuka is turning the pages and looking out, and she saw the pictures of distant lands. നമ്മൾ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യൻ്റെ പുറത്തുള്ള distant lands and people who lived there, എല്ലാം കണ്ടപ്പോൾ fascinated her. Now in these pictures, Renuka എന്താ മനസ്സിലാക്കിയത്? People from different parts of the world, എല്ലാം, അതായത് ഡ്രൈ ഡെസേർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഫ്രോസൺ ലാൻഡ്സ്, പിന്നെ ഹോട്ട് വെറ്റ് റെയിൻ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ, എല്ലാവരും പല തരത്തിലുള്ള ആൾക്കാരാണ് ആ ബുക്ക് ഓഫ് നേച്ചറിനകത്ത് റേണുക കണ്ടത്. പക്ഷേ ഇവിടെ റേണുക്കൻ്റെ അങ്കിൾ എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെ പല സ്ഥലത്തു നിന്ന് വന്നാലും നമ്മളെ ബേസിക് നീഡ്സൊക്കെ ഒന്നാ. എവിടെ നിന്ന് വന്നാലും, ഏത് ലോകത്തിൻ്റെ കോണിൽ നിന്ന് വന്നാലും നമ്മളെ ബേസിക് നീഡ്സ് എന്താണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽറ്റർ. ഇത് മൂന്നാണ് നമുക്കൊക്കെ വേണ്ടത് അല്ലേ? നമ്മൾ എവിടെ നിന്ന് വന്നാലും അതാണ് ഇവിടെ പറയുന്നത്. അതേമാതിരി അവിടുത്തെ ആൾക്കാർക്ക് എന്ത് പല പല കോണറിൽ നിന്ന് വന്നാലും, പല ക്ലൈമറ്റിൽ നിന്ന് വന്നാലും, കുട്ടികളൊക്കെ ഒരേമാതിരി ദേ പ്ലേ ഗെയിംസ്, ദേ ഫൈറ്റ്, ദേ ക്വാറൽ, പിന്നെ ദേ സിങ്, ഡാൻസ്, അതൊക്കെ ഒരേമാതിരി ആയിരിക്കും അല്ലേ? ആൻഡ് ഫാമിലീസ് ഓൾസോ, ദേ ഹെൽപ്പ് ദ ഫാമിലീസ് വിത്ത് വേരിയസ് തിങ്സ്, അതൊക്കെ സെയിം ആയിരിക്കും അല്ലേ? ആൻഡ് ദിയർ ലൈഫ്സ് ഹാവ് ലേൺ ടു കെയർ ഫോർ നേച്ചർ. They live closer to nature. അപ്പോൾ ചില ആൾക്കാർക്ക് they live closer to nature and they care nature also. They learn how to catch fish and also to collect material from the forest. അതൊക്കെയാണ് ഈ ഫസ്റ്റത്തെ. Now we'll come to life in the Amazon basin. അപ്പോൾ അതാണ് ശോഭ മിസ് ഇവിടെ മാപ്പില്ല, എന്നാലും അതിൻ്റെ ഒരു സ്കെച്ച്, ഒരു റഫ് വരച്ചതാണ്. നിങ്ങൾക്ക് അറിയണം ഇത് സൗത്ത് അമേരിക്കയാണ്. അപ്പോൾ സൗത്ത് അമേരിക്കൻ്റെ ഇവിടെയാണ് ആമസോൺ ബേസിൻ. കണ്ടോ? ആമസോൺ ബേസിൻ മീൻസ് ദ റിവർ ആമസോൺ. ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇവിടെ വെസ്റ്റ് ഒക്കെ മൗണ്ടൻസ് ആണ്. ഈ മൗണ്ടൻസിൽ നിന്നാണ് ആമസോൺ ബേസിൻ സ്റ്റാർട്ടിങ് ഇറ്റ്സ് സോഴ്സ്. ഇതിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഇവിടെയാണ് ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് ഒഴുകുന്നത്. കണ്ടോ? ഈ സൈഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഈസ്റ്റിലാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ അമേരിക്കൻ്റെ, വെസ്റ്റിൽ പസഫിക് ഓഷ്യൻ. കണ്ടോ? അപ്പം ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് അത് ഒഴുകുന്നത്, ദ റിവർ ആമസോൺ. അപ്പോൾ റിവർ ആമസോൺ ഒരു റിവർ മാത്രം, കുറേ ട്രിബ്യൂട്ടറീസ് മീൻസ് സ്മോളർ റിവേഴ്സ് ആർ ജോയിനിങ് ദ മെയിൻ റിവർ. എല്ലാം കൂടെ ആ സ്മോൾ റിവേഴ്സും ട്രിബ്യൂട്ടറീസും ഈ മെയിൻ റിവർ ആമസോണും കൂടിയാണ് ആ ആമസോൺ ബേസിനെ ഫോം ചെയ്യുന്നത്. കണ്ടോ? ആമസോൺ ബേസിൻ. നൗ ദ ട്രോപ്പിക്കൽ റീജിയൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ദ ഇക്വേറ്റർ, കണ്ടോ? 0 ഡിഗ്രി. ദ ഇക്വേറ്റർ ഇസ് പാസിങ് ത്രൂ ദ മിഡിൽ ഹിയർ. കണ്ടോ? ആമസോൺ ബേസിൻ്റെ നടുവ് കൂടിയാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ഇക്വറ്റോറിയൽ റീജിയൻ, ഈ ഭാഗത്തിനാണ് ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ റീജിയൻ 10 ഡിഗ്രി നോർത്ത്, 10 ഡിഗ്രി സൗത്തിലാണ് കിടക്കുന്നത്. ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി നോർത്ത്, ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി സൗത്ത്. അപ്പോൾ ഈ ഭാഗമാണ് ഇക്വറ്റോറിയൽ റീജിയൻ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ എന്നും പറയും. ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പോൾ ദ പ്ലേസ്, അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ദ പ്ലേസ് വേർ ദ റിവർ എൻറ്റേഴ്സ് അനദർ വാട്ടർ ബോഡി. അനദർ വാട്ടർ ബോഡി ഏതാണ്? കടൽ, സീ. അപ്പോൾ ആ ഭാഗത്തിനാണ് എന്താ പറയുക, മൗത്ത് ഓഫ് ദ റിവർ. കണ്ടോ? മൗത്ത് ഓഫ് ദ റിവർ അല്ലെങ്കിൽ ഡെൽറ്റ, ഇതിനാണ് മൗത്ത്.
അത് അങ്ങോട്ട് എൻട്രി ചെയ്യുക അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് മൗത്ത് ഓഫ് ദ റിവർ കണ്ട. ന്യൂമറസ് ട്രിബ്യൂട്ടറീസ് ജോയിൻ ദ ആമസോൺ റിവർ ടു ഫോം ദ ആമസോൺ ബേസിൻ. അത് മിസ് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ദ റിവർ. അപ്പോൾ ഈ മാപ്പ് നിങ്ങൾ ഈ പേജിലുള്ള മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കണ്ട. ദ റിവർ ബേസിൻ്റെ ഏതൊക്കെ പോർഷനാണ്, ഏതൊക്കെ പിന്നെ കൺട്രീസാണ് അവിടെ വരുന്നത് കണ്ട. ബൊളീവിയ ഇവിടെ ബൊളീവിയ, ബ്രസീൽ ദെൻ ഹിയർ പെറു ഇവിടെ ഒന്നും ശോഭ മിസ്സിന് പിന്നെ എഴുതാനെന്നുള്ളത് പറ്റുന്നില്ല. പിന്നെ ഇക്വേഡർ കൊളംബിയ, വെനൻസുല കണ്ട. അതൊക്കെയാണ് ആമസോൺ ബേസിനിൽ വരുന്ന ആ കൺട്രീസിൻ്റെ ഭാഗങ്ങൾ കണ്ട. ദ റിവർ ബേസിൻ ഡ്രെയിൻ പോർഷൻ ഓഫ് ബ്രസീൽ, parts of Peru, Bolivia, Ecuador, Colombia and a small part of Venezuela. Venezuela ഇതാണ് വെനൻസുലയുടെ ചെറിയൊരു ഭാഗം. അതൊക്കെയാണ് ഈ ആമസോൺ ബേസിൻ നിൽക്കുന്നത് കേട്ടോ. So you can know how the equator is passing through the middle. Now climate, we'll find out the climate there. Now you know the Amazon basin stretches directly on the equator. Equatorന്റെ ഈ ഭാഗം തന്നെയാണ് അതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ക്ലൈമറ്റ് ആയിരിക്കും? ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ്. കാരണം വെറ്റ് എന്ന് പറഞ്ഞാൽ മഴ, ഹോട്ടും നല്ല ചൂടും ആയിരിക്കും, അതേ സമയത്ത് വെറ്റ് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദ ഇയർ കണ്ടോ. ബോത്ത് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഓൾമോസ്റ്റ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്. ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ ഈർപ്പ്. ആദ്യം ഒന്നാമത് അവിടെ ചൂടുമുണ്ട് നനവും ഉണ്ട്, അതാണ് അവിടെ ഈർപ്പ് വരുന്നത്. ബിക്കോസ് അറ്റ്മോസ്ഫിയർ നോൺ കണ്ടെയ്ൻസ് വാട്ടർ വേപ്പർ. അപ്പം നമ്മൾ ഇവിടെ സ്കിൻ ഫീൽസ് സ്റ്റിക്കി കണ്ടോ. ഇറ്റ് റെയിൻസ് ഓൾമോസ്റ്റ് എവറി ഡേ ആൻഡ് ദാറ്റ് ടു വിതൗട്ട് മച്ച് വാർണിംഗ്. മുൻകൂട്ടി ഇത് അറിവില്ലാതെ എപ്പോഴും ഏത് സമയം മഴ പെയ്യാണ്. അപ്പോൾ ദ ഡേ ടെമ്പറേച്ചർ ആർ വെരി ഹൈ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി. നൈറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഗോസ് ഡൗൺ ആൻഡ് ഓൾസോ വിത്ത് ഹൈ ഹ്യൂമിഡിറ്റി കണ്ടോ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊക്കെ ഒട്ടിപ്പിടിക്കുന്ന മാതിരി ഉണ്ടാവും. അങ്ങനത്തെ ക്ലൈമറ്റാണ് ഇവിടെ ആമസോൺ ബേസിൻ്റെ അവിടെ, അതായത് ഇവിടെ അമേരിക്കയിൽ, അതായത് ട്രോപ്പിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയാം. അപ്പം നമുക്ക് ഇവിടെ എങ്ങനത്തെ ക്ലൈമറ്റാണ്? ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ്. അപ്പോൾ എന്ത് പറയും? റെയിൻ ഫോറസ്റ്റ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റിൻ്റെ പേരാണ് റെയിൻ ഫോറസ്റ്റ്. റെയിൻ ഫോറസ്റ്റ്. സോ റെയിൻ ഫോറസ്റ്റ് ഏത് സ്ഥലത്താണ് ഉണ്ടാവുക? വിത്ത് എ ക്ലൈമറ്റ് ഹാവിങ് ഹോട്ട് ആൻഡ് വെറ്റ് കണ്ടോ. അപ്പോൾ ഇറ്റ് റെയിൻസ് ഹെവിലി, നല്ല ശക്തമായിട്ടാണ് അവിടെ. അപ്പോൾ എങ്ങനത്തെ ഫോറസ്റ്റ് ആയിരിക്കും? തിക്ക് ഫോറസ്റ്റ് കണ്ടോ. സോ തിക്ക് ആൻഡ് ഡെൻസ്. അപ്പോൾ എല്ലാ ഇലകളും ബ്രാഞ്ചസും ഒക്കെ കവർ ചെയ്ത് ദ സൺ റേസ് വിൽ നോട്ട് ബി ഏബിൾ ടു എൻറ്റർ ഫോൾ ഓൺ ദി എർത്ത് കണ്ടോ. അപ്പോൾ അത്രയും കട്ടിയാണ്, ഡാർക്ക്. അപ്പോൾ ദ ഗ്രൗണ്ട് റിമെയിൻസ് ഡാർക്ക് ആൻഡ് ഡാംപ്. ഈർപ്പായിട്ട് ചളിയായിട്ടായിരിക്കും, ഡാർക്ക് ആൻഡ് ഡാംപ്. ഓൺലി ഷെയ്ഡ് ടോളറൻറ്റ് വെജിറ്റേഷൻ, അതായത് ഈ ഷെയ്ഡിൻ്റെ അകത്തൊക്കെ വളരുന്ന ചെടികൾ മാത്രമേ അവിടെ വളരുള്ളൂ. വെജിറ്റേഷൻ മേ ഗ്രോ. അതാണ് ഓർക്കിഡ്സ്. പിന്നെ ബ്രൊമിലേറ്റ്സ്. ബ്രൊമിലേറ്റ്സ് എന്ന ഒരു ചെടിയാണ് അത്. ഇറ്റ് സ്റ്റോർ വാട്ടർ ഇൻ ദിയർ ലീവ്സ് കണ്ടോ. അതാണ് അങ്ങനത്തെ. പിന്നെ പാരസൈറ്റ്സ് ഗ്രോ ആസ്. അപ്പോൾ ഈ ബ്രോമിലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ്സ് പറഞ്ഞാൽ മറ്റേ ചെടീനെ മേലെ മറ്റേ ചെടീനെ ആശ്രയിച്ച് വളരുന്നതാണ് ഈ പിന്നെ ബ്രോമിലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ്സ്. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ. Now you know that the rainforest is rich in fauna. Fauna means birds, animals, reptiles. അതൊക്കെ is rich in അങ്ങനത്തെ ജീവികളൊക്കെയാണ് അവിടെ ഉള്ളത്. Birds such as toucans. Toucans ആണ് കണ്ട ഈ പിക്ചറിനകത്ത് കാണാം. Toucans with a broad beak ആയിട്ട് കണ്ട. And hummingbird, bird of paradise. പാരഡൈസിനും വലിയ ബീക്കാണുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഡിഫറെൻറ്റ് ഫ്രം ബേർഡ്സ് ഈ കോമൺലി സീ. ഇന്ത്യൻ്റെ ബേർഡ്സിൽ നിന്ന് പ്രത്യേക തര ബേർഡ്സാണ് അവിടെ ഉള്ളത്, വലിയ ബീക്കൊക്കെ ആയിട്ട്. ദീസ് ബേർഡ്സ് ഓൾസോ മേക്ക് സൗണ്ട് ഇൻ ദ ഫോറസ്റ്റ്. പിന്നെ ആനിമൽസ് എന്തൊക്കെയാണ്? മങ്കീസ്, സ്ലോത്ത് ആൻഡ് ആൻറ്റ് ഈറ്റിംഗ് ടാപ്പിസ്. ദ ആൻറ്റ് ഈറ്റിംഗ്, അത് ആൻറ്റിനെ തിന്നുക, ഉറുമ്പിനെ, ആ ഫൗണ്ട്. പിന്നെ അതുകൂടാതെ വേരിയസ് റെപ്റ്റൈൽസ്, ദെൻ സ്നേക്സ്, ക്രോക്കഡൈൽസ്, പിന്നെ ലൈക്ക് അന്നക്കൊണ്ട നിങ്ങൾക്ക് അറിയാലോ, ആഫ്രിക്കയിലൊക്കെ കാണാം അന്നക്കൊണ്ട. അതൊക്കെ ഈ റെയിൻ ഫോറസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത്. ദ ബേസിൻ ഇസ് ഹോം. അപ്പോൾ ബേസിൻ ഇസ് എ ഹോം ഓഫ് മെനി തരത്തിലുള്ള ഇൻസെക്ട്സ് ഓൾസോ കണ്ടോ. ആൻഡ് ഓൾസോ ഫിഷ് ഇൻക്ലൂഡിങ് ഫ്ലഷ് ഈറ്റിംഗ്. ഈ മാംസം തിന്നുന്ന ഫിഷും ഉണ്ട് എന്നാണ് പറയുന്നത് ആ റിവറിൽ. പിൻഹൻഹ ഫിഷ് ഇസ് ഓൾസോ
found in the river. അത് flesh eating fish ആണെന്നാ പറയുന്നത്. അപ്പോൾ this basin, ഈ Amazon basin is rich in the variety of life. കണ്ടോ, variety of life found there. Birds, animals, reptiles, പിന്നെന്താണ് insects, അതൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. Now next we'll come to people of the rainforest. Now so far we have I have explained about fauna, that is the animals. Now we'll come to humans, people. Now how the people cultivate, മുഴുവനും forest ആണ്, thickly covered with forest. അപ്പോൾ അവരെന്ത് ചെയ്യും? People grow most of their food in small areas. അത് ഇങ്ങനെ അവർ ക്ലിയർ ചെയ്യും. They'll cut off the trees, they clear the forest, and there they will cultivate crops. Some area food, vegetables, crops ഒക്കെ അവരവിടെ. പിന്നെ men എന്താ ചെയ്യുക? വിമൻ ആണ് ആദ്യം അഗ്രികൾച്ചർ പണി നോക്കുക. Men they'll go for fishing. കണ്ട, they hunting and fishing ആണ് പുരുഷന്മാർ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവർ പിന്നെ കൃഷി ചെയ്യുന്ന? ടാപ്പിയോക്ക, അതായത് കപ്പ, പൈനാപ്പിൾ ആൻഡ് സ്വീറ്റ് പൊട്ടേറ്റോ, അതൊക്കെയാണ്. പിന്നെ മെൻ ഹണ്ടിങ് ആൻഡ് ഫിഷിങ് അത്ര ഒരു തീർച്ചയില്ല, ചില സമയത്ത് കിട്ടിയാൽ കിട്ടി അത്ര തന്നെ. അപ്പം ഈ സ്ത്രീകളാണ് അവരെ ഫാമിലീസിനെയൊക്കെ നോക്കുന്നത്. ബൈ ദ വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ് ദേ ഗ്രോ. അങ്ങനെ പിന്നെ ദേ പ്രാക്ടീസ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അവർ കുറേ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അവരവിടെ കത്തിക്കും. കത്തിച്ച് കഴിഞ്ഞാൽ ആ വെണ്ണീരെല്ലാം കൂടെ ആ സ്ഥലത്തിന് നല്ലൊരു ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ അവർ അഗ്രികൾച്ചർ ചെയ്യും. അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. എന്നിട്ട് അവിടുത്തെ വളം പോയി കഴിഞ്ഞാൽ അതേമാതിരി മറ്റേ സ്ഥലത്ത് അവർ അതേമാതിരി പോയി ചെയ്യും. കാടൊക്കെ വെട്ടി വൃത്തിയാക്കി അവിടെ കൃഷി ചെയ്യും. അന്നേരത്തേക്കും ഈ സ്ഥലത്ത് ചെടി വളരാൻ തുടങ്ങും. പിന്നെ അവർ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്രൊവൈഡ് എ ലോട്ട് ഓഫ് വുഡ് ഫോർ ദ ഹൗസ്. കണ്ടോ, ഇപ്പം എങ്ങനത്തെ തരത്തിലുള്ള വീടാണ്? ലൈക്ക് എ ബീ ഹൈവ്സ്, അതായത് ഈ തേനീച്ച കൂടുമായിട്ട് വീടാണ് അവരുണ്ടാക്കുക. അതേമാതിരി ഹൗസസ് ലൈക്ക് മലോക്ക ഹൗസസ് വിത്ത് സ്റ്റീപ്ലി സ്ലാണ്ടിങ് റൂഫ്. ഇങ്ങനെ റൂഫ് സ്ലാണ്ട് ആയിട്ടുള്ള മലോക്ക, അങ്ങനത്തെ വീടുകളാണ് ഉണ്ടാക്കുക. പിന്നെ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ ആമസോൺ ബേസിൻ ഇസ് സ്ലോലി ചേഞ്ചിങ്. എങ്ങനെയാണ് അത് മാറി വരുന്നത്? അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നദി കൂടെ പോകണം, അതായത് ഫോറസ്റ്റിലേക്ക് കടക്കാൻ. അത്രയും തിക്ക് ഫോറസ്റ്റാണ്. ദേ ഹാവ് ടു റീച്ച് ഓൺലി ബൈ നാവിഗേറ്റിംഗ് ദ റിവർ. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് ചില റെയിൻ ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. എയർക്രാഫ്റ്റ്സ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ റീച്ചിങ് വേരിയസ് പ്ലേസസ്. കണ്ടോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 പ്ലേസാണ് കാട്ടുന്നത് ഇത് ഡെവലപ്പ് ആക്ട്. കാരണം ഇവിടെ നല്ല ഫോറസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വെട്ടി അതിലൂടെ ഫോറസ്റ്റ് ഭാഗമായി. അത് കഴിഞ്ഞ് ഇത്രയായി. കണ്ടോ, അപ്പോൾ ഒരുവിധം എല്ലാം ബാരൻ ലാൻഡ്സ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ആമസോൺ ബേസിനിലൂടെ അവർ മനുഷ്യന്മാർ വെട്ടി അതെല്ലാം കൂടെ ബാരൻ ലാൻഡ്സ്കേപ്പായി മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യന്മാരെ ഇത് കണ്ടോ, അവരാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഇല്ലാതെയാക്കുന്നത്. So okay, that much children. So up to this you all read the lesson very well. The rest I'll continue in the next video. Thank you.